എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് കറിയാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തത് 1 കപ്പ് ചെറുപയർ പരിപ്പാണ്. ആദ്യം പരിപ്പ് റോസ്റ്റ് ചെയ്യാം. ഒരു പാത്രം ഗ്യാസിൽ വെച്ച് പരിപ്പിട്ട് ലോ ഫ്ലെയിമിൽ ഇടപെടാതെ ഇളക്കി മൂത്ത മണം വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കുക. ഇനി കറിക്ക് വേണ്ടി അരപ്പുണ്ടാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിൽ 1 കപ്പ് തേങ്ങ ചിരുകിയത്, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം ഇത്രയിട്ട് അരയ്ക്കാനാവശ്യമായ അല്പം വെള്ളം ഒഴിച്ച് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി റോസ്റ്റ് ചെയ്ത പരിപ്പ് നന്നായിട്ട് കഴുകി ഒരു പ്രഷർ കുക്കറിലിട്ട് ഏകദേശം 2 കപ്പ് വെള്ളം ഒഴിച്ച് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. കുക്കർ നന്നായിട്ട് തണുത്ത ശേഷം തുറന്ന് അരപ്പ് ചേർക്കുക. വെള്ളം കുറവാണെങ്കിൽ 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് ഇളക്കുക. പരിപ്പ് കറി നന്നായിട്ട് ചൂടാകുമ്പോൾ കുറച്ച് കറിവേപ്പില മുറിച്ചതും 1/2 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് ഇളക്കുക. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ചേർത്താലും മതി. നമ്മുടെ പരിപ്പ് കറി റെഡിയായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്.